നമസ്കാരം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതുമയൊക്കെ കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ചില പുതിയ വഴികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ അടുപ്പം ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കാൻ ഉറപ്പായും സഹായിക്കും. അപ്പോ ഇതുവരെയില്ലാത്തൊരു പുതിയ അനുഭവത്തിന് നിങ്ങൾ തയ്യാറാണോ? ശരി, എങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കാര്യം കുറച്ചൊക്കെ മെസ്സി ആവാം, പക്ഷേ ഒരുപാട് രസകരവും അഡ്വഞ്ചറസുമാണ്. ഭക്ഷണസാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരുതരം സെൻസറി പ്ലേയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, തേനിന്റെ ആ മധുരം, അല്ലെങ്കിൽ തൈരിന്റെയും ഐസ്ക്രീമിന്റെയൊക്കെ ആ തണുപ്പ്. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഏറ്റവും ഇഷ്ടമുള്ള രുചികൾ തന്നെ ഇതിനായി തിരഞ്ഞെടുക്കാം. അപ്പോൾ അതൊരു പേഴ്സണൽ ടച്ച് കൂടെ കൊടുക്കും. സംഗതി സിമ്പിളാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഭക്ഷണം പങ്കാളിയുടെ ശരീരത്തിൽ സ്നേഹത്തോടെ പുരട്ടുക. എന്നിട്ട് വളരെ പതിയെ അവരെ ഒന്ന് കൊതിപ്പിക്കുന്ന രീതിയിൽ അത് നുണഞ്ഞെടുക്കുക. കാഴ്ചയും ഗന്ധവും രുചിയും സ്പർശനവും എല്ലാം കൂടി ചേരുമ്പം അതൊരു ഒന്നൊന്നര അനുഭവമായിരിക്കും. ശരി, ഇനി മധുരത്തിൽ നിന്ന് നമുക്ക് നേരെ തണുപ്പിലേക്ക് പോകാം. റൊമാൻറ്റിക് നിമിഷങ്ങളിൽ ചൂടും തണുപ്പുമൊക്കെ മാറി മാറി വരുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലേ. അതിന് പണ്ടേ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് ഐസ് ക്യൂബുകൾ. പക്ഷേ ഒരു മിനിറ്റ്, ആവേശത്തോടെ ഇത് പരീക്ഷിക്കുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സേഫ്റ്റി വാർണിംഗ്. ഇത് തീർച്ചയായും ശ്രദ്ധിക്കണം. ഇതാണ് ആ പ്രധാനപ്പെട്ട കാര്യം. ഫ്രീസറിൽ നിന്നെടുത്ത് ഉടനെ തന്നെ ഐസ് ശരീരത്തിൽ ഉപയോഗിക്കരുത്. കാരണം അത് നമ്മുടെ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കാനും പൊള്ളൽ പോലെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണിത് സേഫായിട്ട് ഉപയോഗിക്കാന്ന്? അല്ലേ, എളുപ്പമാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ഐസ് ചെറുതായി ഉരുകി അതിന്റെ പുറത്ത് ഒരു നനവ് വരുന്നത് വരെ കാത്തിരിക്കുക. ഈ നനവാണ് സ്കിന്നിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോ സേഫ്റ്റി ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് ഐസിന്റെ തണുപ്പ് തരുന്ന ഒരു പ്രത്യേക ഫീലിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂടും ഐസിന്റെ തണുപ്പും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിറയല്, അത് ശരിക്കും വേറെ ലെവല് തന്നെയാണ്. ഇത് അനുഭവിച്ച ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം ഐസ് കഷ്ണങ്ങൾ എന്റെ ശരീരത്തിലൂടെ, പ്രത്യേകിച്ച് സ്തനങ്ങളിലൂടെ സാവധാനം ചലിപ്പിക്കുമ്പോൾ അതെന്നെ വല്ലാതെ ഉത്തേജിപ്പിക്കാറുണ്ട്. ശരീരം മുഴുവൻ ഒരു കോരിത്തരിപ്പ് പോലെ തോന്നും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ അനുഭവം എത്ര തീവ്രമാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഐസ് വെക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗും വ്യത്യസ്തമായിരിക്കും. നിപ്പിൾസ് പോലെ സെൻസിറ്റീവായ ഭാഗങ്ങളിലൂടെ ഐസ് പതിയെ ചലിപ്പിക്കുന്നത് പലരിലും വലിയ ഉത്തേജനമുണ്ടാക്കാറുണ്ട്. അതുപോലെ ജനനേന്ദ്രിയങ്ങളിൽ ഐസ് തട്ടുന്നത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ചില സ്ത്രീകൾക്കാണെങ്കിൽ ബന്ധപ്പെടുന്നതിന് തൊട്ടുമുൻപ് യോനിക്കുള്ളിൽ 1-2 ഐസ് ക്യൂബ് വെക്കുന്നത് വലിയ സംതൃപ്തി നൽകുന്നു എന്നും പറയുന്നു. ഇതിന്റെയൊക്കെ പ്രധാന ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഒരുമിച്ച് പുതിയതും വ്യത്യസ്തവുമായ അനുഭവങ്ങൾ കണ്ടെത്തുക. ഇത് നിങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കും, നിങ്ങളുടെ ബന്ധത്തിന് ഒരു പുതിയ ഉണർവും നൽകും. അപ്പോ നമ്മളിന്ന് സംസാരിച്ചതിൽ നിന്ന് പുതിയ ചില ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇനി നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഏത് പുതിയ സെൻസറി എക്സ്പീരിയൻസാണ് പരീക്ഷിക്കാൻ പോകുന്നത്? ഈ യാത്ര ഒരുമിച്ച് ആസ്വദിക്കൂ.